റഷ്യയുടെ നേവിക്ക് പുതിയതായി ഒരു യുദ്ധക്കപ്പൽ പ്രത്യേകിച്ച് എടുത്തു പറയണമെങ്കിൽ അതിനവീന ഫ്രിഗേറ്റ്സ് ഡിസംബർ മാസം 25-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും റഷ്യ കമ്മീഷൻ ചെയ്യാമെന്നൊരു അറിയിപ്പ് റഷ്യയുടെ ന്യൂസ് ഏജൻസിയായ ടാസ് പുറത്തുവിട്ടിരിക്കുന്നു. റഷ്യൻ നാവികസേനയുടെ കരിങ്കടൽ കപ്പലിന്റെ മുൻനിരയായ റഷ്യയുടെ യുദ്ധക്കപ്പൽ മോസ്ക്വ ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിൽ മുങ്ങിയിരുന്നല്ലോ. അത് റീപ്ലേസ് ചെയ്യുന്ന തരത്തിലും ഉക്രൈന് തക്കതായ മറുപടി കൊടുക്കുന്നതിനും വേണ്ടി ഈ യുദ്ധക്കപ്പൽ എത്രയും പെട്ടെന്ന് ആക്ഷനിലെത്തുമെന്ന് റഷ്യ അറിയിച്ചിരിക്കുന്നു. ഈ ഒരു യുദ്ധക്കപ്പലിന്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് റഷ്യ പറയുന്നത് പോലെ എത്രത്തോളം ഉക്രൈനിന് ബാധിപ്പുകൾ ഏർപ്പെടുത്താൻ പറ്റും, കൂടാതെ എന്തൊക്കെ മിസൈൽസ് ആണ് ഈ യുദ്ധക്കപ്പലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഡ്മിറൽ ഗൊലോക്കോ ഇത് റഷ്യയുടെ പക്കലുള്ളതിൽ വെച്ച് തന്നെ അതിനവീന ഫ്രിഗേറ്റ്സ് എന്ന് പറയാം. ഈ അഡ്മിറൽ ഗൊലോക്കോ എന്നത് റഷ്യയുടെ അഡ്മിറൽ ഗോർഷ്കോവ് എന്ന ടൈപ്പ് ഓഫ് ക്ലാസ് ഫ്രിഗേറ്റ്സിൽ ഉൾപ്പെടും. ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്രിഗേറ്റ്സ് കാറ്റഗറിയിൽ റഷ്യയുടെ പക്കൽ നിരവധി യുദ്ധക്കപ്പലുണ്ട്. ഈ ഒരു പ്രോജക്റ്റ്, അതായത് റഷ്യയുടെ ഈ യുദ്ധക്കപ്പലിന്റെ പ്രോജക്റ്റ് ഓൾറെഡി അവരുടെ പൈപ്പ് ലൈനിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു യുദ്ധക്കപ്പൽ 2 വർഷത്തിന് ശേഷം നിർമ്മിക്കേണ്ട ഈ ഒരു യുദ്ധക്കപ്പൽ വളരെ പെട്ടെന്ന് അവരുടെ ആർമിയിൽ ചേർക്കാൻ പോകുന്നു എന്ന ഒരു അറിയിപ്പ് റഷ്യയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഈ യുദ്ധക്കപ്പൽ അധികമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയപ്പെടുന്നു. അതിലെ ആദ്യത്തെ യുദ്ധക്കപ്പലാണ് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് റഷ്യൻ ആർമിയിൽ ചേർക്കാൻ പോകുന്നത്. ഈ ഒരു യുദ്ധക്കപ്പലിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നയനം 96E. ഈ മിസൈൽ S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരുന്ന നയനം 96E എന്ന വേരിയന്റ് 120 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ റേഞ്ചിലുള്ള ടാർഗറ്റ്സിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയം റേഞ്ച് മിസൈൽ. ഈ മിസൈലാണ് റഷ്യയുടെ പുതിയ യുദ്ധക്കപ്പലിന്റെ സംരക്ഷണത്തിനായി ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം റേഞ്ച് മിസൈൽ. ഈ ഒരു മിസൈലിന് ആന്റി എയർക്രാഫ്റ്റ് ഓപ്പറേഷനിലും അതുപോലെ തന്നെ ആന്റി മിസൈൽ ഓപ്പറേഷനിലും ഏർപ്പെടാൻ പറ്റും. ഈ ഒരു മിസൈലിനെ ഈ ഒരു യുദ്ധക്കപ്പലിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചതിന്റെ പ്രധാന കാരണം തന്നെ മോസ്ക്വ ഡിസ്ട്രക്ഷൻ. റഷ്യ ഉക്രൈൻ ആരംഭിച്ച ആ ഒരു കാലഘട്ടം മുതൽക്കേ തന്നെ കരിങ്കടലിൽ റഷ്യക്ക് വളരെ വലിയൊരു നേട്ടമുണ്ടാക്കി കൊടുത്ത യുദ്ധക്കപ്പലാണ് മോസ്ക്വ. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച കാലത്തിൽ തന്നെ ഉക്രൈനെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ വളരെ വലിയൊരു ആക്രമണം നടത്തുന്നതിൽ വളരെ വലിയൊരു പങ്കുവഹിച്ചത് ഈ മോസ്ക്വയാണ്. പക്ഷേ ഇങ്ങനെയുള്ള യുദ്ധക്കപ്പൽ ഒരു ഘട്ടത്തിൽ ഉക്രൈനാൽ ആക്രമിക്കപ്പെടുന്നു. ഉക്രൈൻ അവരുടെ രാജ്യത്ത് വെച്ച് തന്നെ നിർമ്മിച്ച നെപ്റ്റ്യൂൺ ആന്റിഷിപ്പ് മിസൈൽ വെച്ചാണ് ഈ ഒരു യുദ്ധക്കപ്പലിൽ ആക്രമണം നടത്തിയിരുന്നത്. ഇതിനായി ഉക്രൈൻ വളരെ വലിയ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഉക്രൈൻ ഒരു വളരെ വലിയ സ്ട്രാറ്റജി ഫോളോ ചെയ്താണ് ഈ മോസ്കോ എന്ന യുദ്ധക്കപ്പലിൽ ആക്രമണം നടത്തിയത്. ഒരേ സമയത്ത് പലതരത്തിലുള്ള ഡീകോയ് മിസൈൽസും അതുപോലെ തന്നെ മറ്റു പല മിസൈൽസും ഈ മോസ്കോ ഷിപ്പിനെതിരെ ഫയർ ചെയ്തു. ആ സമയത്ത് ഈ മോസ്കോ എന്ന യുദ്ധക്കപ്പലിനെ എസ്കോർട്ട് പോയ മറ്റു ചില കപ്പലുകൾ ഉണ്ടല്ലോ. ഈ എസ്കോർട്ട് പോയ കപ്പലുകൾ ഈ ഡീകോയ് മിസൈൽസിനെ ഒറിജിനൽ മിസൈൽസ് ആണെന്ന് കരുതി തിരിച്ച് ഡിഫെൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഉക്രൈൻ അവരുടെ നെപ്റ്റ്യൂൺ ആന്റിഷിപ്പ് മിസൈൽസ് 4-ൽ പരം മിസൈൽസ് ഈ യുദ്ധക്കപ്പലിനെതിരെ വിക്ഷേപിച്ച് ആക്രമണം നടത്തി. അതിൽ ചിലത് ഈ യുദ്ധക്കപ്പലിൽ വന്ന് പതിക്കുകയും ചെയ്തു, യുദ്ധക്കപ്പലിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് റഷ്യ ആ യുദ്ധക്കപ്പലിനെ രക്ഷപ്പെടുത്തി. ഇപ്പോഴും അതിന്റെ റിപ്പയറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് റഷ്യ അറിയിച്ചത്. ഇതുവരെ അതിന്റെ സർവീസിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ കരിങ്കടലിൽ റഷ്യക്കൊരു ലോവർ ഹാൻഡ് ആയെന്ന് പറയാം. അതിനുശേഷം റഷ്യക്ക് മുമ്പത്തെ പോലെ ഒഫൻസീവ് ഓപ്പറേഷനിൽ ഏർപ്പെടാൻ പറ്റിയില്ല. അതിനുശേഷം ഇപ്പോൾ വരെ റഷ്യയുടെ നാവൽ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്ലാക്ക് സീയിൽ ഉണ്ടല്ലോ, അവിടെ നിന്നുമാണ് കപ്പലുകൾ ഉക്രൈനിലെത്തി ആക്രമണം നടത്തി തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് പോലും എയർ സപ്പോർട്ടോടെയാണ് റഷ്യ കൊണ്ടുപോകുന്നത്. ചെറിയൊരു ഭയമുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ എപ്പോഴും ഇതുപോലെ എയർ സപ്പോർട്ടോടുകൂടി തന്നെ പോകാൻ പറ്റില്ലല്ലോ, പല പ്രശ്നങ്ങളും വരും. അങ്ങനെ ബ്ലാക്ക് സീയിൽ ഉക്രൈൻ വീണ്ടും അവരുടെ പവർ റീഗെയിൻ ചെയ്യുമെന്ന് റഷ്യ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ സർവീസിന് വരേണ്ട ഈ കപ്പലുകളുടെ എല്ലാം നിർമ്മാണം വളരെ വേഗത്തിലാക്കിയത്. 2025 ഈ കപ്പലുകളെല്ലാം റഷ്യൻ നേവിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2025 വരേണ്ട കപ്പൽ 2 വർഷം മുമ്പ് 2023 അവസാനിക്കുന്നതിന് മുമ്പ് അതിന്റെ ആദ്യത്തെ കപ്പൽ റഷ്യൻ നേവിയിൽ സർവീസിൽ എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, നയനം 96E എന്ന മിസൈലാണ് ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇതിന്റെ പ്രധാന കാരണം തന്നെ ഈ യുദ്ധക്കപ്പലിന് എയർ വഴി മറ്റൊരു ഭീഷണിയും വരാൻ പാടില്ല എന്നതുകൊണ്ടാണ്. സോ ഈ യുദ്ധക്കപ്പലിൽ ഈ ഒരു മിസൈൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഈ യുദ്ധക്കപ്പലിനെ ഡെഡ്ലി ആക്കുന്ന തരത്തിൽ മറ്റ് നിരവധി ഫീച്ചേഴ്സ് ഈ കപ്പലിനുണ്ട്. സാധാരണ ഒരു ഫ്രിഗേറ്റ്സ് നിർമ്മിക്കുന്ന സമയത്ത് ആ കപ്പലിൽ നിരവധി ആന്റിഷിപ്പ് മിസൈൽസ് പ്ലസ് ക്രൂയിസ് മിസൈൽസ് വെച്ചിട്ടുണ്ടാകും.
ആ ഒരു രീതിയിൽ ഏത് തരത്തിലുള്ള ക്രൂയിസ് മിസൈലാണ് ഈ യുദ്ധക്കപ്പലിൽ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കാലിബർ ക്രൂയിസ് മിസൈൽ. റഷ്യയുടെ പക്കലുള്ളതിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈ റേഞ്ച് ക്രൂയിസ് മിസൈലാണ് ഈ കാലിബർ ക്രൂയിസ് മിസൈൽ. ഈ ഒരു ക്രൂയിസ് മിസൈലിന്റെ റേഞ്ച് 2000 കിലോമീറ്ററിലും അധികമാണ്. ഈ യുദ്ധക്കപ്പലിനെ റഷ്യൻ ബ്ലാക്ക് സീ ഫ്ലീറ്റിൽ നിന്നും കൊണ്ടുപോയി ഉക്രൈനിൽ നിന്നും സേഫ് ആയ ഒരു ഡിസ്റ്റൻസിൽ ഈ ഉക്രൈന്റെ നെപ്റ്റ്യൂൺ ആന്റിഷിപ്പ് മിസൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 400 കിലോമീറ്റർ. സോ 400 കിലോമീറ്റർ റേഞ്ചിന് പുറത്ത് ഈ കപ്പൽ നിർത്തിയും ഈ കാലിബർ ക്രൂയിസ് മിസൈൽ വിക്ഷേപിക്കാം. ഉക്രൈനിലെ മോസ്റ്റ് ഓഫ് ദ ടെറിട്ടറിയും ഈ ആക്രമണത്തിൽ ഉൾപ്പെടുമെന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഒരു യുദ്ധക്കപ്പലിൽ ഏകദേശം 16 ക്രൂയിസ് മിസൈൽ വരെ കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല മൾട്ടിപ്പിൾ ലോഞ്ചിങ് സിസ്റ്റം വഴി 16 മിസൈൽസ് ഒരേ സമയത്ത് വിക്ഷേപിക്കാനും പറ്റും. ഇതിൽ 2 ഗ്യാസ് ടർബൈൻ എഞ്ചിൻസ് ആണ് കപ്പൽ പവർ ആകാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു യുദ്ധക്കപ്പലിന്റെ സ്പീഡ് എന്നത് 54 കിലോമീറ്റർ പെർ അവർ ആണ്. മാത്രമല്ല ഇതിന്റെ റേഞ്ച് 4000 മൈൽസ് ആണ്. അതായത് 7500 പരം കിലോമീറ്റർ ഓപ്പറേഷണൽ റേഞ്ച് ഉണ്ട്. ഈ മിസൈലുകൾ മാത്രമല്ല ലോകത്തിലെ വെച്ച് തന്നെ അഡ്വാൻസ്ഡ് മിസൈലുകളായ P800 ഓണിക്സ് സൂപ്പർസോണിക് മിസൈൽസ്, അതായത് ബ്രഹ്മോസിന്റെ സീനിയർ വേരിയന്റ്. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ P800 ഓണിക്സിൽ നിന്നുമാണ് നമ്മുടെ ബ്രഹ്മോസ് നിർമ്മിച്ചത്. അങ്ങനെ വരുമ്പോൾ ബ്രഹ്മോസ് എന്നത് ലോകത്തിലെ വെച്ച് തന്നെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് സൂപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ ആണെങ്കിൽ ഈ ഓണിക്സ് എന്നതും അതേ കാറ്റഗറിയിൽപ്പെട്ട മറ്റൊരു വേരിയന്റ് ആണെന്ന് പറയാം. മറ്റൊരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ഈ മിസൈലുകളെ നശിപ്പിക്കാൻ പറ്റില്ല എന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒഡേസ തുറമുഖത്തിൽ റഷ്യ 8 ഒനിക്സ് മിസൈൽസ് വെച്ച് ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ ഉക്രൈനിലെ ഒരു അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിനും അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. 8 പരം മിസൈലുകൾ റഷ്യ വിക്ഷേപിച്ചു. അതെല്ലാം തന്നെ അതിന്റെ ടാർഗറ്റിനെ കൃത്യമായി നശിപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് ആ സമയത്ത് പുറത്തു വന്നിരുന്നത്. ഇങ്ങനെയുള്ള മിസൈലുകളെല്ലാം ഈ യുദ്ധക്കപ്പലിലുള്ളത് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ്. ഈ കപ്പലും അപ്ഗ്രേഡ് ചെയ്തു വന്ന വേർഷൻ തന്നെയാണ്. എന്ത് തന്നെ അപ്ഗ്രേഡ് ചെയ്തു വന്ന വേർഷനാണ് ഈ യുദ്ധക്കപ്പൽ എന്ന് പറഞ്ഞാലും റഷ്യയുടെ പക്കലുള്ളതിൽ വെച്ച് തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് വാർഷിപ്പ് ആണ് ഇതെന്ന് പറയാം. അത്രത്തോളം സുപ്പീരിയർ ക്യാപ്പബിലിറ്റീസ് ഇതിലുണ്ട്. ഈ കപ്പലിന്റെ മറ്റൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി എന്താണെന്ന് ചോദിച്ചാൽ ഇത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. ഈ കപ്പൽ അത്ര എളുപ്പത്തിൽ ശത്രു രാജ്യത്തിന്റെ റഡാറിൽ കുടുങ്ങില്ല. അതിനനുസരിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് മെറ്റൽ കോട്ടിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അത്ര എളുപ്പത്തിൽ റഡാറിൽ കുടുങ്ങില്ല എന്നും ഇത് മുഴുവനായും ഇൻവിസിബിൾ ഷിപ്പാണെന്നും റഷ്യ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് റഷ്യയാണ്. ചിലപ്പോൾ ഇത് പ്രൊപ്പഗണ്ട ന്യൂസ് ആയിരിക്കാം. അതല്ല, ഈ സ്പെസിഫിക്കേഷനോടുകൂടി ഇങ്ങനെയൊരു യുദ്ധക്കപ്പൽ റഷ്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ വളരെ വലിയ ആപത്തുകളാണ് ഉക്രൈന് വരാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നുവെങ്കിൽ തീർച്ചയായും വോയിസ് ഓഫ് വിക്കിയിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.